പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകളുമായി അഭിഷേകിന്റെ ജീവിതം പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് അഭിഷേകിന്റെ ജീവിതത്തിൽ ബാക്കിയാകുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്ന് അഭിഷേക് തിരിച്ചറിയുകയാണ്. വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ ഇഷയും തന്നെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇഷ തൻ്റെ മുന്നിലേക്ക് കടന്നു വരികയും ഒരിക്കലും ഇനി തനിക്ക് അവളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ ഇതേ തുടർന്ന് എതിരാവുകയാണ് അഭിഷേകിന്. എന്നാൽ ഇതേ സമയം രാംമോഹൻ ആകട്ടെ ഈഷ തന്നെ അനുകൂലിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിചാരിച്ചതുപോലെ നടക്കും എന്ന് അയാൾ കണക്കുകൂട്ടുന്നു. യാതൊരു വിധത്തിലും ഇനി എനിക്ക് പേടിക്കേണ്ടതായി വരികയില്ല. എൻ്റെ മകൾ ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കും എന്നയാൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ രാഹുലുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് അയാൾ ഉറപ്പിക്കുന്നു. പക്ഷേ ഇതേ സമയമാകട്ടെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോവുകയാണ് അഭിഷേക്. ഇനി എന്തിനാണ് താൻ ജീവിക്കുന്നത് എന്ന ചോദ്യം മാത്രമാണ് അഭിഷേകിന്റെ മുന്നിൽ ബാക്കിയാകുന്നത്. മനസ്സിൽ അത്രയധികം കൊണ്ടു നടന്ന ഇഷ ഒടുവിൽ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. എന്നെ വേണ്ട എന്ന് അവൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് തനിക്കിനിയും മുന്നോട്ട് പോകാൻ ഇങ്ങനെ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക്. എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള ഏക പോംവഴി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അഭിഷേക് ഇതേ തുടർന്ന് സോഹനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് സോഹനോട്, എടാ, എനിക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആകെ മടുത്തു കഴിഞ്ഞു എന്ന് അറിയിച്ചതിനെ തുടർന്ന് സോഹൻ ആശ്വസിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. വെറുതെ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇഷയെ ഞാൻ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിനക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അഭിഷേക്. ഇതോടെ ഒരു ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സോഹൻ വന്നു നിൽക്കുന്നത്. പക്ഷേ ഇതേ തുടർന്ന് നീ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കരുത്. കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതിനുള്ള സമയമുണ്ട്. സോ നീ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അവിടേക്ക് വന്ന് നിന്നോട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുകയും ചെയ്യുകയാണ്. പക്ഷേ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്ന അഭിഷേക് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അഭിഷേക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇഷയെ ആകെ നടുക്കി കളയുന്നു. ആകെ കുറ്റബോധം ഇഷയുടെ മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് ഇഷ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഇഷ പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഇതോടെ ഇഷ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുകയാണ്. അഭിഷേകിനെ കാണുന്നതിനായി ഇഷ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ കുതിച്ചെത്തുകയാണ്. ഇതോടെ ഇഷയെ ഇപ്പോൾ കാണാൻ അനുവദിക്കുകയില്ല എന്ന് ഡോക്ടർമാർ തുറന്നു പറയുന്നു. അഭിഷേകിന്റെ നില ഗുരുതരം തന്നെയാണ്. അത് എപ്പോഴാണ് നോർമലാവുക എന്നും സ്റ്റേബിൾ ആവുക എന്നും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നേ മതിയാകൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന ദേവബാലയും ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇഷയുടെ വരവ് ഒട്ടും തന്നെ ദേവബാലയ്ക്ക് ഇഷ്ടമാകുന്നില്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കുന്നതിന് ദേവബാല തയ്യാറാവുകയാണ്. ഇഷ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ദേവബാല ചോദിക്കുകയാണ്. നിനക്ക് ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. നീ വെറുതെ ഇവിടേക്ക് എന്തിനാണ് വന്നത്? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാം. അതിന് മറ്റൊരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇഷ. എന്നാൽ ഇതേ സമയം ഇഷ അഭിഷേകിനെ കാണാൻ പോയി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് റാം മോഹൻ. ഇതോടെ റാം മോഹന് മനസ്സിലാവുകയാണ് ഇഷയുടെ മനസ്സിൽ ഇപ്പോഴും അഭിഷേകിന് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം. ഞാൻ എത്രയൊക്കെ ബലം പിടിച്ചാലും അവൾ അവനെ മനസ്സിൽ കൊണ്ടു നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അയാൾ. ഇതോടെ ഇഷയോട് ഇനി എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇഷയാണ് എങ്കിൽ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത് കാണാനിടയായതിനെ തുടർന്ന് ഇഷയ്ക്ക് അഭിഷേകിനെ മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് റാം മോഹൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.